അടുത്ത മാസം 8-ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എംപിമാരും പങ്കെടുക്കുന്ന ദില്ലിയിലെ കേരളത്തിന്റെ പ്രതിഷേധത്തിൽ പ്രതിപക്ഷം പങ്കെടുക്കില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ രാഷ്ട്രീയ ആയുധമാക്കാനാണ് LDF ശ്രമിക്കുന്നതെന്നാണ് കോൺഗ്രസിന്റെ വാദം. ഇന്നലെ രാത്രി ചേർന്ന UDF യോഗം ഡൽഹിയിൽ പോയി ഇടതുപക്ഷവുമായിട്ട് ഒരുമിച്ച് ഗവൺമെന്റുമായിട്ട് ഒരുമിച്ച് സമരം ചെയ്യണമെന്നുള്ള മുഖ്യമന്ത്രിയുടെ ഒരു ക്ഷണമുണ്ട് പ്രതിപക്ഷത്തിന്. അത് നിരസിക്കാൻ ഇന്നലെ ചേർന്ന UDF യോഗം ഏകകണ്ഠമായി തീരുമാനിച്ചു. എന്നിട്ട് എല്ലാവരും പറഞ്ഞത് ഒരു കാരണവശാലും സർക്കാരിൻ്റെ ഈ കെണിയിൽ വീഴരുത്, ഈ ക്ഷണം സ്വീകരിക്കരുതെന്നാണ്. എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി അറിയിക്കുക. എല്ലാ ഘടകകക്ഷികളും ഏകകണ്ഠമായി പറഞ്ഞത് ഈ സംസ്ഥാനത്തിൻ്റെ ധനപ്രതിസന്ധിക്ക് കാരണം ഈ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയും അഴിമതിയും അവരുടെ കഴിവുകേടുമാണ്. ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം കേന്ദ്രത്തിൻ്റെ അവഗണനയുണ്ട്. അതുകൊണ്ട് തന്നെ സമരത്തിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന UDF ഏകോപന സമിതി യോഗം തീരുമാനിച്ചു. ഇക്കാര്യം പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിയെ അറിയിക്കും. കേന്ദ്രത്തിനെതിരെയുള്ള സംയുക്ത പ്രക്ഷോഭത്തിന് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ ക്ഷണിച്ചിരുന്നു. കേരളത്തിന്റെ ന്യായമായ ആവശ്യത്തിനായി രാഷ്ട്രീയത്തിന് അതീതമായി ഒരുമിച്ച് നീങ്ങാനായിരുന്നു സർക്കാർ ലക്ഷ്യമിട്ടത്. ഈ ആവശ്യമാണ് പ്രതിപക്ഷം നിരാകരിച്ചത്. അതേസമയം കേന്ദ്രത്തിനെതിരെയുള്ള സർക്കാരിന്റെ പ്രക്ഷോഭത്തെ പൂർണ്ണമായി തള്ളിക്കളയുന്നതിനോട് ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾക്ക് അതൃപ്തിയുണ്ടെന്നാണ് സൂചന. ഇക്കാര്യം നേതാക്കൾ യോഗത്തിൽ ഉന്നയിച്ചുവെന്നാണ് വിവരം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.